നരച്ച മുടി കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യമേ പറയട്ടെ, ഇത് ഒരു തവണയോ രണ്ട് തവണയോ ചെയ്തുകൊണ്ട് മാത്രം റിസൾട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കണ്ടിന്യൂസ്ലി ഒരു 3 മാസമെങ്കിലും ഇത് ആഴ്ചയിലൊരു 3 തവണ വെച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അതാണ് കുറേ കൂടെ നല്ലത്. അപ്പോഴാണ് കുറേ കൂടെ നമുക്ക് എഫക്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം, അതായത് 200 ml വെള്ളമാണ് ഇപ്പോൾ ഞാനതിൽ ആഡ് ചെയ്യുന്നത്. ഈ 200 ml വെള്ളം ആഡ് ചെയ്തിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം തിളയ്ക്കണം. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ സാധാരണ കാപ്പിയാണ്. ആ കാപ്പി കുറുകി വരണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് തലയിൽ സ്കാൽപ്പ് തൊട്ട് ടിപ്പ് വരെ അപ്ലൈ ചെയ്യണം. ഒരു സ്പ്രേ ബോട്ടിലിൽ ചെയ്താൽ മതി, കുറേ നല്ലതാണ്. ഒരുപാട് ഇങ്ങനെ ഒലിച്ചിറങ്ങണ പോലെ ഒന്നും വേണ്ട, എന്നാൽ നമ്മുടെ മുടി മുഴുവൻ കവറാവുകയും വേണം. അതിനുശേഷം മുടി നല്ലപോലെ ഒന്ന് ചീവി വൃത്തിയാക്കി കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി കാത്തിരിക്കണം. സോ തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്പം യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയാൽ മതി, ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് ചേർക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെ പൗഡർ ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊരു മാസ്ക് പോലെ ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് വളരെ സിംപിളസ്റ്റ് ആയിട്ടുള്ള വേ ആണ്, വളരെ സിമ്പിളായിട്ടുള്ള വേ ആണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഇത് നമ്മുടെ കാപ്പിയാണിത്. സാധാരണ നമ്മുടെ കോഫി പൗഡറാണ്. നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന കറുത്ത കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ സാധാരണ നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊണ്ടുവരുന്ന ലൂസ് കാപ്പിപ്പൊടിയില്ലേ, അതാണ് സംഭവം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തിളക്കണം. തിളച്ച് നല്ല തിള വന്നാൽ മാത്രമാണ് ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം, സ്ലോ ആക്കാനേ പാടില്ല. ഇതിങ്ങനെ അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കുക. ഈ സംഭവം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കിടന്ന് കുറുകി വരണം. ഈ വെള്ളം ഇതിൻ്റെ 1/3 വറ്റണം. അതായത് ഇപ്പോൾ 200 ml എന്നുള്ളത് ഒരു 50 ml ആവുന്ന വരെ ഇതൊക്കെ തിളക്കണം. അത്രയും തിളച്ച് ഒന്ന് ആ ഒരു കുറുകുന്ന പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു കോഫി കിട്ടാനായിട്ട്. സോ അങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്കിതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഗുണം ഉണ്ടാവില്ല. നമ്മളിത് സമയം എടുത്തൊരു 1/4 മണിക്കൂറെങ്കിലും എടുത്തിട്ട് ഇത് കുറുക്കിയെടുക്കണം. ഫ്ലെയിമിനനുസരിച്ചിരിക്കും. നല്ല ഫ്ലെയിമാണെങ്കിൽ പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ടാവും. അതായത് ഇളകി കുറുകി വരണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി ഏതായാലും ഇത് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ വയസ്സായിട്ടുള്ള അമ്മമാർക്കൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ ഒട്ടുമല്ല, അവർക്ക് ഒരു ഗുണം ഇതിനെ കൂടെ ഉണ്ടാകാൻ പോണില്ല. പക്ഷേ ചെറിയ പ്രായത്തിലൊക്കെ നര വരുന്നവർ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു 18 വയസ്സിലൊക്കെ ഇപ്പോൾ നര വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കിത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ നിങ്ങളിതൊരു സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. കുറച്ച് സമയം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. വീക്കിലി ഒരു 2-3 തവണയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ സൂപ്പറായിരിക്കും. സോ ഇത് തിളച്ച് അതിൻ്റെ 1/3 ഭാഗമായിട്ട് ഒരു 50 ml ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മുതൽ ഒരു 40 മിനിറ്റ് വരെ വയ്ക്കാം. അതിന് ശേഷം കഴുകി കളയാം. ഷാമ്പൂ ഒന്നും വേണ്ട, താളി വെച്ച് നിങ്ങൾക്ക് കഴുകി കളയാം. സോ അത്ര മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. യൂസ് ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.